നമസ്കാരം. കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇന്ന് നിറ ഉത്സവമാണ്. നിറ എന്ന് പറഞ്ഞാൽ കതിർ കൊണ്ടുവന്ന് ശ്രേയസ്സിന് വേണ്ടി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ശുഭമുഹൂർത്തത്തിൽ എല്ലാവരും അവനവൻ്റെ വീടുകളിൽ വയ്ക്കുന്നതാണ്. ആദ്യം അവനവൻ്റെ ക്ഷേത്രത്തിൽ വെച്ച് ക്ഷേത്രത്തിൽ നിന്നും മേൽശാന്തിമാരും നമ്പൂതിരിമാരും ഭക്തർക്ക് കൊടുക്കും. അവർ അവരുടെ വീടുകളിൽ കൊണ്ടുപോയി വയ്ക്കും. പുറത്ത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് മണ്ഡപത്തിൽ നിന്നും കതിർ തലയിൽ വെച്ചുകൊണ്ട് മേൽശാന്തി വാദ്യത്തോടു കൂടി ചുറ്റമ്പലത്തെയും നാലമ്പലത്തെയും പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിന് മുൻപിലുള്ള മണ്ഡപത്തിൽ വെച്ച് മണ്ഡപത്തിൽ നിന്നും പൂജകളൊക്കെ ചെയ്ത് അത് ശ്രീകോവിലിലും അമ്പലത്തിൻ്റെ എല്ലാ ഭാഗത്തും കലവറയിലും ഒക്കെ കതിരുകൾ കൊണ്ടുവന്ന് കെട്ടിവെച്ചിട്ട് പിന്നീട് ബാക്കിയുള്ള കതിരുകളൊക്കെ എല്ലാ ഭക്തന്മാർക്കും 1-2 വീതമായി കൊടുക്കുന്നതിനെയാണ് നിറ ഉത്സവം എന്ന് പറയുന്നത്. ജ്യോത്സ്യരെ കണ്ട് കർക്കിടക മാസത്തിലെ ഒരു ശുഭദിനം അതിനായി തിരഞ്ഞെടുത്ത് മുന്നേ തന്നെ നോട്ടീസ് ബോർഡിൽ നിറ ഉത്സവത്തെ പറ്റിയെല്ലാം എഴുതി വെച്ച് അന്നേ ദിവസം രാവിലെ ആ ശുഭമുഹൂർത്തത്തിൽ ഈ ഉത്സവം നടത്തപ്പെടുന്നു. കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിറ ഉത്സവം ഇന്നാണ്, അതായത് കർക്കിടകം 14 ജൂലൈ 30 ബുധനാഴ്ച. ഞാൻ വീഡിയോ എടുത്തത് വെറും കലവറയിൽ കീശാന്തി ആ കതിർ കൊണ്ടുവന്ന് കെട്ടുന്ന സമയത്താണ് എടുത്തത്. ഭക്തന്മാരൊക്കെ ആ കതിർ ലഭിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നതും പിന്നീട് കൃഷ്ണൻ നമ്പൂതിരി വന്ന് എല്ലാവർക്കും ആ ഇത് കൊടുക്കുന്നതും കതിർ കൊടുക്കുന്നതുമൊക്കെയാണ് വീഡിയോയിൽ എടുത്തിട്ടുള്ളത്. മുന്നേ വരാൻ വൈകിയതുകൊണ്ട് മേൽശാന്തി പ്രദക്ഷിണം വയ്ക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ക്ഷമിക്കുമെന്ന് കരുതുന്നു. ചിലരൊക്കെ നാലമ്പലത്തിനുള്ളിൽ നിന്നും തന്നെ കതിർ വാങ്ങി കൊണ്ടുവരും. ചിലരൊക്കെ ക്യൂയിൽ നിന്ന് വാങ്ങും. ചിലരൊക്കെ ക്യൂ അല്ലാതെ വാങ്ങും. അങ്ങനെയൊക്കെയാണ് ഭക്തന്മാർ ആ കതിർ വാങ്ങുവാൻ നിൽക്കുന്ന ക്യൂ ആണ് നാം കാണുന്നത്. ഒരുപാട് ഭക്തന്മാരുണ്ടായിരുന്നു. എല്ലാവരും ക്ഷമയോടുകൂടി ആ കതിർ വാങ്ങുവാൻ വേണ്ടി നിൽക്കുന്ന കാഴ്ചയാണിത്. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ആ ഭഗവാൻ നൽകട്ടെ. സർവൈശ്വര്യത്തോടു കൂടി എല്ലാവരും നീനാൾ വാഴട്ടെ. ഈ വർഷം എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഇനി ഒരു നിറ ഉത്സവത്തിന് ശേഷം പിന്നീടുണ്ടാകുന്നതാണ് പുത്തരി മഹോത്സവം. അത് ഈ അരിയിൽ നെല്ല് വിളഞ്ഞ് പാകമായി സദ്യയോടുകൂടി എല്ലാ ഭക്തന്മാർക്കും ആദ്യത്തെ ഈ വർഷത്തെ അരി കൊണ്ട് കൊടുക്കുന്ന സദ്യയാണ് പുത്തരി ഉത്സവം എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മുടെ ക്ഷേത്രത്തിൽ വിപുലമായി കൊണ്ടാടുള്ളതാണ്. അത് വാങ്ങിക്കൊണ്ടുവന്ന് വീടുകളിൽ കെട്ടി പൂജാമുറിയിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ കെട്ടിവെക്കുക, നല്ല സമയത്ത് തന്നെ അത് ചെയ്യുക എന്നുള്ളത്, വീടൊക്കെ വൃത്തിയാക്കി അത് ചെയ്യുക എന്നുള്ളത് എല്ലാ ഭക്തന്മാർക്കും, അമ്പലത്തിൽ വരുന്ന എല്ലാ ഭക്തന്മാർക്കും വളരെ നിർബന്ധമുള്ള കാര്യമാണ്. കാലം കാലമായിട്ട് ചെയ്തു വരുന്ന ഒരു പഴക്കമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്, ഒരുപാട് പേർ കതിർ വാങ്ങുവാൻ വേണ്ടി നിൽക്കുകയും എല്ലാവർക്കും വളരെ ക്ഷമയോടുകൂടി കൃഷ്ണൻ നമ്പൂതിരി കതിരെടുത്ത് വിനയത്തോടും ബഹുമാനത്തോടും കൂടി അദ്ദേഹം നൽകുകയും ബഹുമാനത്തോടു കൂടി എല്ലാവരും കതിർ വാങ്ങുന്നു. ചിലരൊക്കെ നാലമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കതിർ വാങ്ങി വരുന്നതും ചിലരൊക്കെ നേരിട്ട് പോയി ക്യൂവിൽ നിൽക്കാതെ കതിർ വാങ്ങുന്നതും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്.
പലരും ശ്രദ്ധയോടുകൂടി ക്യൂവിൽ ക്ഷമയോടെ നിന്ന് വാങ്ങുന്നുണ്ട്. എല്ലാം ആ ഭഗവാന്റെ അനുഗ്രഹമായി കരുതാം. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു.